ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ എന്തോ കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അവിടെ ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ ഒരു പെൺകുഞ്ഞിനെ കിടത്തി മന്ത്രതാന്ത്രിക വിദ്യകൾ നടത്തുന്നു. ഇയാളുടെ പേരാണ് വിദ്യാപതി. ആ താന്ത്രിക പൂജയിൽ അയാളുടെ ഭാര്യയും അടുത്തിരിപ്പുണ്ട്. അവർക്ക് എന്തോ വയ്യായികയുണ്ട്. വിദ്യാപതിയുടെ മന്ത്രവാദത്തിന്റെ ഫലമായിട്ടാണോ എന്നറിയില്ല, വളർത്തു മൃഗങ്ങൾ വിരണ്ടു ഓടാൻ തുടങ്ങി. ഇത് കണ്ട ഗ്രാമവാസികൾ അക്രമാസക്തരായി വിദ്യാപതിയുടെ വീട്ടിലേക്ക് വരും. അയാളുടെ പൂജയുടെ ഫലമായിട്ടാണ് ഈ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് എന്ന് ആരോപിച്ച് ആ ഗ്രാമവാസികൾ വിദ്യാപതിയെയും ഭാര്യയെയും മരത്തിൽ കെട്ടിയിട്ട് തീ കത്തിച്ച് കൊല്ലും. ഇതെല്ലാം കണ്ട് വാവിട്ട് കരയുകയാണ് അവരുടെ മൂത്ത മകൻ. ഗ്രാമവാസികൾ ആ പയ്യനെയും കൊല്ലണമെന്ന് പറഞ്ഞ് പുറവിളി കൂട്ടി. പക്ഷേ ഗ്രാമത്തലവനായ ഹരിചന്ദ്രൻ അതിന് അനുവദിക്കുന്നില്ല. അയാൾ ആ പയ്യനെ കുറച്ചു ദൂരെയുള്ള അനാഥാലയത്തിൽ കൊണ്ടു ചേർക്കും. കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രായമായ മനുഷ്യൻ തന്റെ പാടത്തിന് കാവൽ കിടക്കാൻ പോയി. ഇയാളുടെ പേരാണ് സിദ്ധൻ. അയാൾ നല്ല ഉറക്കത്തിലാണ്. കാക്ക കരയുന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. ഈ രാത്രി എവിടെ നിന്നാണ് കാക്ക കരയുന്നത് എന്നറിയാൻ അയാൾ ഒരു റാന്തലുമായിട്ട് താഴേക്കിറങ്ങി. പെട്ടെന്ന് ഒരു കാക്ക പറന്നു വന്ന് അയാളുടെ തലയിൽ കൊത്തു. തല മുറിഞ്ഞ് രക്തം വാർന്നു. അയാൾക്ക് എന്തോ മാറ്റം സംഭവിച്ചു. അയാൾ അവിടെ നിന്നും ലക്ഷ്യമില്ലാതെ എങ്ങോട്ടേക്കോ പോയി. അടുത്ത ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു ജിപ്സി കടന്നു വരുന്നു. ഇവനാണ് ഈ കഥയിലെ നായകൻ സൂര്യ. ഇത് അവന്റെ അമ്മയും സുഹൃത്തുമാണ്. ഗ്രാമത്തിലെ ഉത്സവം കൂടാൻ വന്നതാണ് ഇവർ. ഇതാണ് സൂര്യയുടെ കസിൻ ചേച്ചി പാർവതി. ഇവരുടെ ഇടത്തെ ചെവിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. ചേച്ചിയോടുള്ള സംസാരമെല്ലാം കഴിഞ്ഞ് അവർ ഗ്രാമത്തലവൻ ഹരിചന്ദ്രന്റെ വീട്ടിലെത്തും. ഇവരിപ്പോൾ ഗ്രാമത്തലവന്റെ വീട്ടിൽ വന്നതിന്റെ കാരണം ഈ നാട്ടിൽ സ്കൂളില്ല. അതുകൊണ്ട് ഇവരുടെ സ്ഥലം സ്കൂളിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഇവളാണ് ഗ്രാമത്തലവന്റെ മകളും ഈ കഥയിലെ നായികയുമായ നന്ദിനി. നന്ദിനിക്ക് ഒരു മാറാവ്യാധിയുണ്ട്. അതിനാൽ ഡോക്ടർ എല്ലാ ആഴ്ചയിലും വന്ന് ഇഞ്ചക്ഷൻ എടുക്കും. ഇത് സുധ, നന്ദിനിയുടെ സുഹൃത്താണ്. സുധയെ മുറച്ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. പക്ഷേ ഈ നിൽക്കുന്ന കുമാറുമായിട്ട് സുധ പ്രണയത്തിലാണ്. ഈ നാട്ടിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ഒരു അവസരം കാത്തു നിൽക്കുകയാണ് അവർ. കുറച്ചു ദിവസത്തെ ആ നാട്ടിലെ താമസം കൊണ്ട് നന്ദിനിയെ സൂര്യക്ക് ഇഷ്ടമാവും. സൂര്യ തന്റെ ഇഷ്ടം നന്ദിനിയോട് തുറന്നു പറയുകയും ചെയ്യും. അവൻ തുടർന്നു, ഞാൻ നാളെ കൂടെ ഈ നാട്ടിലുണ്ടാകും. ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും. അതിനു മുൻപ് ആലോചിച്ച് ഒരു മറുപടി പറയണം. നന്ദിനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം എല്ലാവരും ഉത്സവം കൊടിയേറുന്നതിന്റെ സന്തോഷത്തിലാണ്. ആ നാട്ടിലുള്ളവരും പുറം നാട്ടുകാരും എല്ലാം ക്ഷേത്ര പരിസരത്തുണ്ട്. പൂജകൾ തുടങ്ങി. 2 ദിവസം മുൻപ് രാത്രി കാക്ക കൊത്തിയതിനു ശേഷം കാണാതായ സിദ്ധൻ അങ്ങോട്ടേക്ക് വരും. അയാളുടെ രൂപത്തിലും ഭാവത്തിലും എല്ലാം മാറ്റം. അയാൾ ആ അമ്പലത്തിനകത്ത് കയറി വിഗ്രഹത്തിന്റെ മുന്നിൽ കിടന്ന് മരിക്കും. പൂജാരി പറഞ്ഞു, ഇത് അപശകുനമാണ്. പരിഹാരത്തിനായി ക്ഷേത്രത്തിന്റെ ശാസ്ത്ര ഗ്രന്ഥം കൊണ്ടുവരാൻ പറഞ്ഞു. സൂര്യ ചോദിച്ചു, പൂജാരി പറയുന്ന ഗ്രന്ഥം ഏതാണ്? ഗ്രാമത്തലവൻ ഹരിചന്ദ്രൻ പറഞ്ഞു, ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച സമയത്ത് ചില നിബന്ധനകൾ ഗ്രന്ഥത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ നാടിനും നാട്ടുകാർക്കും എന്ത് പ്രശ്നം വന്നാലും അതിന് പരിഹാരം ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പൂജാരി ഗ്രന്ഥം വായിച്ചിട്ട് പറഞ്ഞു, ഈ ഗ്രാമത്തിന് എന്തോ ദോഷം സംഭവിച്ചിരിക്കുന്നു. അതിനാൽ ഈ ദോഷം എല്ലാവരെയും ബാധിക്കും. ഇപ്പോൾ മരിച്ച സിദ്ധന്റെ മരണത്തോടെ അവസാനിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അഷ്ടദിഗ്ബന്ധനം. അതായത് ഇന്ന് സൂര്യാസ്തമയം തൊട്ട് 8 രാത്രിയും 8 പകലും ഈ ഗ്രാമം അടച്ചിടണം. ഈ 8 ദിവസം ഇവിടെയുള്ളവർ പുറത്തു പോകാനോ പുറത്തുള്ളവർ അകത്ത് വരാനോ പാടില്ല. ഉത്സവം കൂടാനായിട്ട് പുറത്തുനിന്ന് വന്നവർ ഇന്ന് സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ ഈ നാട്ടിൽ നിന്ന് പോകണം. ആ നാട്ടിലുള്ള മറ്റൊരു പ്രമാണിയായിരുന്നു രാജു. പൂജാരിയുടെ വാക്കുകൾ കേട്ട ഉടൻ തന്നെ അയാളും കുടുംബവും ആ നാട്ടിൽ നിന്ന് പോകാൻ ശ്രമിക്കും. പക്ഷേ നാട്ടുകാർ തടയും. രാജു പറഞ്ഞു, എനിക്ക് എന്റെ മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനായിട്ട് പുറത്തു പോയേ പറ്റൂ. ഇതിലൊന്നും എനിക്ക് വിശ്വാസവുമില്ല. ഗ്രാമത്തലവൻ പറഞ്ഞു, രാജു, നീ ഈ നാട്ടുകാരനായതിന്റെ പേരിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ നീ പോകുന്നതിന്റെ ഫലമായിട്ടാകാം വീണ്ടും ഇവിടെ മരണം സംഭവിക്കുക. ഒരു പരീക്ഷണം നടത്താൻ ഗ്രാമത്തലവൻ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റില്ല. രാജു ഗ്രാമത്തലവനോട് പറഞ്ഞു, ഒരു ദിവസം എനിക്കും വരും. ഇന്ന് നിങ്ങൾ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞാണ് എന്നെ തടഞ്ഞത്. അന്ന് ഞാൻ ഇതേ വിശ്വാസം കൊണ്ട് തന്നെ നിങ്ങളെ നേരിടും എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. സൂര്യയും അമ്മയും കൂട്ടുകാരനും ഈ നാട്ടുകാരല്ലാത്തത് കാരണം അവർ തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സൂര്യയ്ക്ക് നന്ദിനിയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. പോകുന്നതിന് മുന്നേ അവൾ വന്ന് തന്നെ ഇഷ്ടമാണെന്ന് പറയുമെന്ന്. അതേസമയം വീട്ടിൽ നന്ദിനി അവളുടെ അസുഖം മൂർച്ഛിച്ചു. ഫിക്സ് വന്ന് താഴെ വീഴും. ഇതിനിടയിലൂടെ തന്നെ അവൾ മരുന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ മരുന്നെല്ലാം താഴെ വീണ് പൊട്ടും. നന്ദിനിയുടെ അച്ഛൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ ഫിക്സ് വന്ന് പിടയുകയാണ്. ഉടൻ തന്നെ അവളുടെ കയ്യിൽ ഒരു താക്കോല് കൊടുക്കും. ഫിക്സ് നിൽക്കും, പക്ഷേ ബോധം വരില്ല. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ അവിടെ എത്തും. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്ന മരുന്ന് കൊടുക്കണം, ഇല്ല എങ്കിൽ ജീവന് ആപത്താണ്. മരുന്നെല്ലാം താഴെ വീണ് പൊട്ടിക്കിടക്കുന്നത് ഡോക്ടർ ശ്രദ്ധിക്കും. ഡോക്ടർ തുടർന്നു, അരമണിക്കൂറിനുള്ളിൽ
മരുന്ന് കൊടുത്തേ പറ്റൂ. അദ്ദേഹം അടുത്ത ഗ്രാമത്തിലുള്ള ഒരു പയ്യനെ മരുന്നിനായി അറേഞ്ച് ചെയ്യും. ആ പയ്യൻ മരുന്നുമായി വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആവും. ചുറ്റും കൂടിയവർ ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് സൂര്യ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന കാറാണ് കൈ കാണിക്കുക. വണ്ടിയിലേക്ക് കയറ്റുന്ന വഴിക്ക് ആ പയ്യൻ നന്ദിനിക്ക് മരുന്ന് കൊണ്ടുപോകുന്ന വഴിക്കാണ് തനിക്ക് ആക്സിഡന്റ് പറ്റിയതെന്ന് അവരോട് പറയും. സൂര്യ കൂട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ഞാൻ നന്ദിനിക്കുള്ള മരുന്നുമായിട്ട് തിരിച്ചു പോകാം. അങ്ങനെ സൂര്യ മരുന്നുമെടുത്ത് ആ പയ്യൻ വന്ന ബൈക്കിൽ തന്നെ തിരിച്ച് ഗ്രാമം ലക്ഷ്യമായി പുറപ്പെട്ടു. ഗ്രാമത്തിൽ പൂജാരിയുടെ നേതൃത്വത്തിൽ പൂജ നടക്കുന്നു. അഷ്ടദിക് ബന്ധനത്തിന്റെ അവസാന ഘട്ടം. അഷ്ടദിക് ബന്ധനം പൂർത്തിയാകുന്നതിന് തൊട്ടു മുൻപ് തന്നെ സൂര്യ ഗ്രാമത്തിലേക്ക് കടക്കും. ഡോക്ടർ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് നന്ദിനിയെ രക്ഷിക്കും. അന്നേ ദിവസം രാത്രി തന്നെയാണ് സുധയും കുമാറും ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുധ ആരും കാണാതെ രാത്രി വീട്ടിൽ നിന്നിറങ്ങും. ഗ്രാമത്തിന് കാവൽ നിൽക്കുന്ന കാവൽക്കാരെ വെട്ടിച്ച് അഷ്ടദിക് ബന്ധനം താണ്ടി അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. സുധ വരുന്നതും കാത്ത് കുമാർ 2 ടിക്കറ്റുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ടിക്കറ്റ് അവൾക്ക് കൊടുക്കും. അവൾ അത് ബാഗിൽ വെച്ചിട്ട് ചോദിച്ചു, കുമാർ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും ഗ്രാമത്തെയും ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. നീ അടുത്ത ഗ്രാമത്തിൽ ഉള്ളതാണെന്ന് മാത്രമേ എനിക്കറിയൂ. എന്നിട്ടും ഞാൻ നിന്റെ ഒപ്പം വരുന്നത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. എന്നെ ജീവിതത്തിൽ ഉപേക്ഷിക്കരുത്. ഇത് കേട്ട കുമാർ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്ക് നടന്നിട്ട് പറഞ്ഞു, നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല. പെട്ടെന്ന് ഒരു ട്രെയിൻ വന്ന് അവനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു പോകും. ആ കാഴ്ച നേരിൽ കണ്ട സുധ ഞെട്ടിത്തരിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ ഇരിക്കും. അവൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങും. അവൾ അഷ്ടദിഗ്ബന്ധനം താണ്ടി തിരിച്ച് ഗ്രാമത്തിലേക്ക് കയറും. പെട്ടെന്ന് ഗ്രാമത്തിന് ചുറ്റും വെച്ചിരുന്ന തീപന്തങ്ങൾ അണയും. കുമാറിന്റെ മരണം നേരിട്ട് കണ്ടതുകൊണ്ടാണോ അതോ വേറെന്തെങ്കിലും കൊണ്ടാണോ എന്നറിയില്ല, അവൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു. അവൾ ഒരു തേനീച്ചക്കൂട്ടിലേക്ക് നടന്നു നീങ്ങും. അടുത്ത ദിവസം സൂര്യ കസിൻ ചേച്ചി പാർവതിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വരും. അവൾ പറഞ്ഞു, നീ തിരിച്ചു വന്നതിനും എന്റെ ജീവൻ രക്ഷിച്ചതിനും നന്ദി. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അസുഖം മൂലം ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറിന്റെ ലോക്കറ്റ് അടങ്ങിയ മാല അവൾ അവന്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കും. അവൾ തുടർന്നു, ഇതെന്റെ അമ്മയുടെയാണ്. എന്റെ മരണശേഷം എന്റെ ഓർമ്മയ്ക്കായിട്ട് നീ ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അന്ന് വൈകിട്ട് പാർവതി കുഞ്ഞുമായി പുറത്തിരിക്കുമ്പോൾ കുറച്ചകലെയായി ഒരു കരച്ചിൽ കേൾക്കും. അവൾ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ചെന്ന് നോക്കും. പാൽക്കാരൻ സൂര്യയായിരുന്നു അത്. പാർവതി ചോദിച്ചു, സൂരി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? പാൽക്കാരൻ പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട് ഒരു കത്തിയെടുത്ത് ആത്മഹത്യ ചെയ്യും. ഇത് കണ്ടുകൊണ്ട് നിന്ന പാർവതി ഉറക്കെ നിലവിളിക്കും. പാർവതിയുടെ നിലവിളി കേട്ട് ഗ്രാമവാസികളെല്ലാം ഓടിക്കൂടും. പാൽക്കാരൻ സൂര്യയുടെ ആത്മഹത്യ കടം വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടാണെന്ന് എല്ലാവരും കരുതും. അടുത്ത ദിവസം തൊട്ട് പാർവതിക്ക് എന്തോ ഒരു മാറ്റം. അവൾ അടുക്കളയിൽ ചെന്ന് പപ്പടം കുത്തിയെടുത്ത് കാതിൽ കുത്തി ആത്മഹത്യ ചെയ്യും. പാർവതിയുടെ അടക്ക സമയത്ത് സൂര്യ ഡോക്ടറോട് പറഞ്ഞു, ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാരിൽ ചിലർ ആ അഭിപ്രായത്തോട് യോജിക്കും. ഇത് കേട്ടു നിന്ന പൂജാരി പറഞ്ഞു, ഒന്നുകിൽ ഇതൊരു ആത്മഹത്യ തന്നെ ആവണം, അല്ലെങ്കിൽ അഷ്ടദിക് ബന്ധനം ആരോ മറികടന്നു പോയി. അതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാകുക. ഇത് കേട്ടുകൊണ്ട് നിന്ന ഗ്രാമത്തലവൻ ഹരിചന്ദ്രൻ തന്റെ സിമ്പന്തികളോട് പറഞ്ഞു, എല്ലാ വീടുകളിലും പോയി എല്ലാവരും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് രാജു ചോദിച്ചു, ചുടലപ്പറമ്പിൽ പോകണമെങ്കിൽ ഈ ഗ്രാമത്തിന് പുറത്തു പോകണം. ഈ മരിച്ചവരെ എവിടെ അടക്കം? പൂജാരി പറഞ്ഞു, പഴയ ആ മന്ത്രവാദി വിദ്യാപതിയുടെ വീട്ടുവളപ്പിൽ ഇവർക്കുള്ള സംസ്കാരം നടത്താം. അതേസമയം ഗ്രാമത്തലവന്റെ സിമ്പന്തികൾ വീട് വീടാന്തരം കയറി ഇറങ്ങി എല്ലാവരും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ അവർ സുധയുടെ വീട്ടിലും വരും. സുധയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ കുളിക്കുകയാണെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും സിമ്പന്തികളെ മടക്കി അയക്കും. സുധയെ കാണാനില്ല എന്നുള്ള കാര്യം വന്നവരോട് അവർ പറയില്ല. എല്ലാവരും നാട്ടിലുണ്ടെന്നുള്ള കാര്യം സിമ്പന്തികൾ സംസ്കാര ചടങ്ങിൽ നിൽക്കുന്ന ഗ്രാമത്തലവനെ അറിയിക്കും. വിദ്യാപതിയുടെ വീട്ടുവളപ്പിൽ ചിത ഒരുക്കും. അവസാനമായി തന്റെ ചേച്ചിയെ കാണാനായിട്ട് സൂര്യ അവരുടെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവൻ അവരുടെ കാത് ശ്രദ്ധിച്ചത്. അവർക്ക് വേദനയുള്ളത് ഇടത്തെ ചെവിയാണ്, പക്ഷേ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വലത്തെ ചെവിയിൽ കുത്തിയാണ്. ചടങ്ങിനിടയിൽ ഈ സംശയം സൂര്യ ഡോക്ടറോട് പറയും. പെട്ടെന്ന് ഒരു കാക്ക പറന്ന് കാടിനുള്ളിലേക്ക് പോകും. പോകുന്ന വഴിക്ക് തന്നെ ആ കാക്ക ചത്തു വീഴും. ആ കാക്ക വീഴുന്നത് ഒരു സ്വാമിയുടെ മുന്നിലാണ്. അദ്ദേഹം ആ കാക്കയെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കാലിൽ ബ്ലഡ്, കണ്ണ് ഒരുമാതിരി വീങ്ങിയിരിക്കുന്നു. ഗ്രാമത്തിൽ നടക്കുന്ന മരണങ്ങൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ തെളിയും. ആ സ്വാമി ഗ്രാമത്തിന് മുന്നിൽ വന്നു നിന്ന് ശംഖൂതും. സ്വാമി എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, ഇവിടെ 2 മരണമല്ല 4 മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കാക്കകൾ കൂട്ടത്തോടെ അവിടെ വന്നിരുന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. സ്വാമി തുടർന്നു, ഈ ഗ്രാമത്തിൽ ആരോ ക്ഷുദ്രപ്രയോഗം നടത്തുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തടഞ്ഞില്ല എങ്കിൽ ഓരോരുത്തരായി മരിച്ച് ഈ ഗ്രാമം ഒരു ശവപ്പറമ്പായി മാറും. ഗ്രാമത്തലവൻ ഹരിചന്ദ്രൻ പറഞ്ഞു, സ്വാമി, ഇവിടെ 2 മരണമേ നടന്നിട്ടുള്ളൂ.
അത് ആത്മഹത്യയുമാണ്. കുറച്ചു മുന്നേ ഞാൻ എന്റെ ആൾക്കാരെ വിട്ട് ഗ്രാമത്തിലുള്ളവർ എല്ലാവരും ഈ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ചതാണ്. നിങ്ങൾ എന്നെ തേടി ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ട് സ്വാമി കാട്ടിലേക്ക് തന്നെ പോകും. സ്വാമി പറഞ്ഞ കാര്യങ്ങൾ അടുത്ത ഗ്രാമത്തിലുള്ളവരും കേൾക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ സൂര്യയോട് പറഞ്ഞു, സ്വാമി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എവിടെയോ എന്തോ കുഴപ്പമുള്ളതുപോലെ. നമുക്ക് പാൽക്കാരന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം. സൂര്യയും ഡോക്ടറും പാൽക്കാരന്റെ വീട്ടിലെത്തി. കടബാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കും. പാൽക്കാരന്റെ ഭാര്യ പറഞ്ഞു, കടമുണ്ട്, പക്ഷേ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള കടബാധ്യത ഞങ്ങൾക്കില്ല. രാവിലെ പാല് കറക്കാൻ ഇവിടെ നിന്നും സന്തോഷത്തോടെ പോയതാണ്. സൂര്യയും ഡോക്ടറും അവിടെ നിന്ന് ഇറങ്ങി പാൽക്കാരൻ പാല് കറക്കുന്ന വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോൾ അന്നേ ദിവസം അയാൾ പാല് കറക്കാൻ അവിടെ വന്നിട്ടില്ല എന്നറിയും. സൂര്യയും ഡോക്ടറും പാൽക്കാരൻ വരുന്ന കാടിലൂടെയുള്ള വഴി അന്വേഷിച്ചിറങ്ങും. കുറച്ചു ദൂരം ചെന്നപ്പോൾ എന്തോ അഴുകിയതിന്റെ സ്മെല്ല് അവർക്ക് കിട്ടും. അവിടെ സൂര്യ വണ്ടി നിർത്തും. നോക്കുമ്പോൾ പാൽപാത്രത്തിന്റെ അടപ്പ് അവിടെ കിടക്കുന്നു. തൊട്ടടുത്തുള്ള ചതുപ്പിൽ ഒരു സൈക്കിളിന്റെ ഹാൻഡിലും കാണാം. അത് സൂര്യ ഡോക്ടറെ വിളിച്ച് കാണിക്കും. ഡോക്ടർ ഗ്രാമത്തിൽ നിന്ന് കുറച്ചുപേരെ വിളിച്ചു വരുത്തി ആ ചതുപ്പിൽ നിന്ന് സൈക്കിൾ പുറത്തേക്കെടുത്ത് അവിടെ ആകെ പരിശോധിക്കും. അപ്പോഴാണ് സൂര്യ കുറച്ചകലെയായി ഒരു ബാഗ് കിടക്കുന്നത് കണ്ടത്. അങ്ങോട്ടേക്ക് നടന്നു ചെന്നപ്പോൾ സ്മെല്ല് കൂടി. ബാഗിനടുത്തേക്ക് ചെന്നപ്പോൾ തേനീച്ചകളുടെ കൊത്തേറ്റ് മരിച്ച സുധ. സൂര്യ ആ ബാഗ് പരിശോധിക്കും. അതിൽ നിന്നും 2 റെയിൽവേ ടിക്കറ്റ് കിട്ടും. സൂര്യക്ക് മനസ്സിലായി സുധ അഷ്ടദിക് ബന്ധനം താണ്ടി പുറത്തുപോയെന്ന്. അവൻ ആ കാര്യം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, ഒളിച്ചോടിയ സുധ പിന്നെ എന്തിനാണ് തിരിച്ചു വന്നത്? സൂര്യ പറഞ്ഞു, അത് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ അവളുടെ കാമുകൻ കുമാറാണ്. സൂര്യയും ഡോക്ടറും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യും. മാസ്റ്റർ പറഞ്ഞു, തിങ്കളാഴ്ച ഒരു പെണ്ണും ചെറുക്കനും ട്രെയിൻ കയറാൻ വന്നിരുന്നു. അവൻ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് ട്രെയിൻ വരുന്നത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. വന്ന ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പില്ലായിരുന്നു. ട്രെയിൻ അവനെ തട്ടിത്തെറിപ്പിച്ച് കടന്നുപോയി. മരിച്ച പയ്യനെ അന്ന് തന്നെ ഗവൺമെന്റ് മോർച്ചറിയിലേക്ക് മാറ്റി. അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ കുറെ നേരം അവിടെ തന്നെ ഇരുന്നു. ആ മരണം നേരിട്ട് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല. അവളുടെ സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അവളെ അവിടെ കണ്ടില്ല. ഫോൺ കട്ടാക്കിയതിനു ശേഷം സൂര്യ കുമാർ മരിച്ച കാര്യം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, മരിച്ചത് കുമാറാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? വേറെ ആര് വേണോ ആകാലോ. സൂര്യ തന്റെ കൂട്ടുകാരനെ വിളിച്ച് മോർച്ചറിയിലുള്ള ബോഡി കുമാറിന്റേത് തന്നെ ആണോ എന്ന് ഉറപ്പിക്കാൻ പറയും. കൂട്ടുകാരൻ മോർച്ചറിയിൽ പോയി പരിശോധിച്ച ശേഷം കുമാറാണ് മരിച്ചത് എന്നുള്ള വിവരം തിരിച്ചു വിളിച്ച് പറയും. സൂര്യയും ഡോക്ടറും പൂജാരിയുടെ അടുത്തെത്തി. സൂര്യ പറഞ്ഞു, സുധ കാമുകൻ കുമാറിനൊപ്പം പോകാനായിട്ട് അഷ്ടദിക് ബന്ധനം താണ്ടിപ്പോയിരുന്നു. ട്രെയിൻ തട്ടി കുമാറിന്റെ മരണം കണ്ട സുധ തിരിച്ചു വന്ന് തേനീച്ചക്കൂട്ടിൽ തട്ടി. തേനീച്ചയുടെ കൊത്തേറ്റ് മരിച്ചുകൊണ്ടിരുന്ന സുധയെ രാവിലെ പാല് കറക്കാൻ പോയ പാൽക്കാരൻ സൂര്യ കണ്ടു. അയാൾ അന്ന് രാത്രി പാർവതി ചേച്ചിയുടെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം പാർവതി ചേച്ചി ആത്മഹത്യ ചെയ്തു. അതായത് മരണം നേരിട്ട് കാണുന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് പൂജാരി ചോദിച്ചു, അപ്പോൾ പാർവതിയുടെ മരണം ആദ്യം കണ്ടത് ആരാണ്? സൂര്യ പറഞ്ഞു, നന്ദിനി. സൂര്യ അവിടെ നിന്നും നന്ദിനിയുടെ വീട്ടിലെത്തും. അപ്പോഴേക്കും ഒരു ജോലിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ കുരുമുളക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദിനി മന്ത്രവാദി വിദ്യാപതിയുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നത് കണ്ടു. ഞാൻ അവരെ വിളിച്ചു, പക്ഷെ അവർ തിരിഞ്ഞു നോക്കിയില്ല. ഈ കാര്യം ഗ്രാമത്തലവനോട് പറയാനായിട്ട് ഓടി വന്നതാണ് ഞാൻ. ആ ജോലിക്കാരനും സൂര്യയും കൂടി വിദ്യാപതിയുടെ വീട്ടിലെത്തിയപ്പോൾ നന്ദിനി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. സൂര്യ അവളെ രക്ഷിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ബെഞ്ചിൽ കിടത്തും. പെട്ടെന്ന് അവൾക്ക് ഫിക്സ് വരും. താക്കോൽ കൂട്ടം അവളുടെ കയ്യിൽ കൊടുത്ത് ഫിക്സ് കൺട്രോൾ ചെയ്യുമെങ്കിലും അവളുടെ മുഖത്തും കണ്ണിലുമുള്ള മാറ്റം ഡോക്ടർ ശ്രദ്ധിക്കും. ഡോക്ടർ സൂര്യയോട് പറഞ്ഞു, 12 വർഷം മുന്നേ ഇതുപോലെ നടന്നിട്ടുണ്ട്. അന്ന് കുഞ്ഞുങ്ങളായിരുന്നു, പക്ഷെ ഇന്ന് മുതിർന്നവരാണ്. സൂര്യ ചോദിച്ചു, 12 വർഷം മുന്നേ എന്ത് സംഭവിച്ചു? ഡോക്ടർ പറഞ്ഞു, അന്ന് ഒരു കാരണവുമില്ലാതെ കുഞ്ഞുങ്ങൾ മരിച്ചു വീണുകൊണ്ടിരുന്നു. എന്റെ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്താണ് ഈ നാട്ടിൽ താമസിക്കാനായിട്ട് വിദ്യാപതിയും കുടുംബവും എത്തുന്നത്. അയാൾ ആരോടും ഒന്നും മിണ്ടില്ല. ഗ്രാമവാസികളുമായിട്ട് ഒരു സഹകരണവുമില്ല. അതിനാൽ തന്നെ പല കഥകളും അയാളെപ്പറ്റി പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഗ്രാമവാസികളിൽ ഒരാൾ വിദ്യാപതിയുടെ വീടിന്റെ അടുത്തുകൂടെ പോയപ്പോൾ വിദ്യാപതി കാറിന്റെ ബൂട്ടിൽ നിന്നും ഒരു പെൺകുഞ്ഞിന്റെ ബോഡി എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചു. അയാൾ ഒളിഞ്ഞു നിന്ന് വിദ്യാപതി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ വീടിനകത്ത് മന്ത്രവാദം നടക്കുന്നത് കണ്ടു. അയാൾ പുറത്തു വന്ന് നാട്ടുകാരെ എല്ലാവരെയും കൂട്ടി വിദ്യാപതിയുടെ വീട്ടിലെത്തി വീട് മുഴുവൻ അടിച്ചു തകർത്തു. നാട്ടുകാരെല്ലാവരും ചേർന്ന് വിദ്യാപതിയെയും ഭാര്യയെയും മരത്തിൽ കെട്ടിയിട്ട് തീ കൊളുത്തി കൊന്നു. പൂജാരി ശാന്തിഹോമം നടത്തി വിദ്യാപതിയുടെ വീട് എന്നേക്കുമായി പൂട്ടിയിട്ടു. അതിനുശേഷം ആരും അങ്ങോട്ട് പോയിട്ടില്ല. എല്ലാവർക്കും
ആ സ്ഥലത്ത് കാലുകുത്താൻ പേടിയാണ്. ഇപ്പോൾ ശവസംസ്കാരം നടത്താൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് വിദ്യാപതിയുടെ സ്ഥലം അതിനായിട്ട് ഒരുക്കിയത്. നന്ദിനിയെ നോക്കി നിന്ന പൂജാരി പറഞ്ഞു, ഇപ്പോൾ മരണം നന്ദിനിയുടെ കൂടെയാണ്. അഷ്ടദിക് ബന്ധനം തുടങ്ങിയതിനു ശേഷം മരിച്ച എല്ലാവരും വിദ്യാപതിയുടെ വീട്ടിന്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. നന്ദിനിയും അവിടെ പോയി തന്നെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനാൽ ആ വീടുമായി ഇപ്പോൾ നടക്കുന്ന ആത്മഹത്യക്ക് എന്തോ ബന്ധമുണ്ട്. സൂര്യയും ഡോക്ടറും വിദ്യാപതിയുടെ വീട്ടിലെത്തും. വാതിൽ പൊളിച്ച് അകത്ത് കയറും. അകത്ത് തീപ്പന്തത്തിന്റെ കോലിരിക്കുന്നത് സൂര്യ ശ്രദ്ധിക്കും. ആ പന്തത്തിന്റെ കരി തൊട്ടപ്പോൾ അവന് മനസ്സിലായി ഈ പന്തം ആരോ കത്തിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ ടേബിളിന്റെ മുകളിൽ ഒരു ബുക്ക് ഇരുന്നതിന്റെ പാട്, അതായത് അവിടെ ഇരുന്ന ബുക്ക് ആരോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂര്യക്ക് ഉറപ്പായി ഈ വീട്ടിൽ ഇടയ്ക്ക് ആരോ വരുന്നുണ്ട്. അകത്തെ റൂമിൽ ഒരു ഷെൽഫ് തുറന്നപ്പോൾ വിദ്യാപതിയുടെയും ഭാര്യയുടെയും ഫോട്ടോ, അതിനൊപ്പം ഒരു ബുക്കും. ആ ബുക്ക് സൂര്യ വായിക്കും. മനുഷ്യൻ മരിച്ചാലും 6 മണിക്കൂർ അവന്റെ കണ്ണിന് ജീവനുണ്ട്. ആ കണ്ണുകൾ വഴി മരിച്ചുപോയവരുടെ ജീവൻ തിരിച്ചു നൽകാൻ പറ്റും. അത് വായിച്ചതിന് ശേഷം സൂര്യ ഡോക്ടറോട് പറഞ്ഞു, കണ്ണുകൊണ്ടുള്ള താന്ത്രിക വിദ്യ. ഇപ്പോൾ ഗ്രാമത്തിൽ നടക്കുന്ന മരണങ്ങളും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായി എന്തോ ബന്ധമുണ്ട്. കാരണം ഇവിടെ മരണം നേരിൽ കാണുന്നവർ മരിക്കുന്നു. സൂര്യ ഡോക്ടറോട് ചോദിച്ചു, ഈ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്നത് വിദ്യാപതിയുടെ മകൻ മാത്രമല്ലേ? അവനെ നമുക്ക് കണ്ടുപിടിക്കണം. അവന് ഇതുമായി എന്തോ ബന്ധമുണ്ട്. അതേസമയം ഗ്രാമത്തലവന്റെ വീട്ടിൽ ശാസ്ത്രഗ്രന്ഥം നോക്കിയിട്ട് പൂജാരി പറഞ്ഞു, 6 അടി നീളത്തിൽ മരം കൊണ്ടൊരു പെട്ടി തയ്യാറാക്കണം. എന്നിട്ട് നന്ദിനി അതിൽ കിടത്തി ഗ്രഹണം നടക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിലുള്ളവരെല്ലാരും രക്താർപ്പണം നടത്തി ഗ്രഹണം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നന്ദിനിയെ ദഹിപ്പിച്ചാൽ ഈ ഗ്രാമത്തിൽ ക്ഷുദ്രപ്രയോഗത്താൽ നടക്കുന്ന മരണം ഇല്ലാതാകും. ഗ്രാമത്തലവൻ ചോദിച്ചു, എന്താണ് പൂജാരി നിങ്ങൾ ഈ പറയുന്നത്? എന്റെ മകളെ കൊല്ലാനോ? ഞാൻ അതിന് അനുവദിക്കില്ല. ഇത് കേട്ടുകൊണ്ട് നിന്ന് രാജു പറഞ്ഞു, ഗ്രാമത്തലവ, ഇങ്ങനെയല്ലല്ലോ നീ അന്ന് പറഞ്ഞത്. എന്റെ കുഞ്ഞിന്റെ കല്യാണത്തിന് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം മറികടക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഗ്രാമത്തലവൻ കരഞ്ഞുകൊണ്ട് രാജുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഈ സമയം പക പോക്കരുത്. അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, ഗ്രഹണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണും. അവൻ പൂജാരിയോട് പറഞ്ഞു, എനിക്ക് ഗ്രാമം വിട്ടു പോകണം. പൂജാരി പറഞ്ഞു, സൂര്യഗ്രഹണം തുടങ്ങാൻ 8 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ പരിഹാരം നിനക്കുണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുകയേ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ. സൂര്യക്ക് പോകാൻ അവർ ഒരു ജീപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷേ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ളവർ വ്യാധി അവരുടെ ഗ്രാമത്തിലേക്ക് പടരുമോ എന്ന് പേടിച്ച് വഴികൾ തീയിട്ട് ബ്ലോക്ക് ചെയ്യും. സൂര്യ തടസ്സമായിട്ടിരിക്കുന്നതെല്ലാം ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോകും. അവൻ അവിടെ നിന്നും നേരെ ചെല്ലുന്നത് പണ്ട് ഗ്രാമത്തലവൻ വിദ്യാപതിയുടെ മകനെ കൊണ്ടാക്കിയ അനാഥാലയത്തിലേക്കാണ്. പക്ഷേ അവിടെ ആരും ഉണ്ടാകില്ല. അവൻ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ നടന്നു വരുന്നു. സൂര്യ കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞു, 7 വർഷം മുന്നേ ആയിരുന്നു ഇത് അനാഥാലയം. ഇപ്പോൾ ഞാനും എന്റെ യജമാനന്റെ കുടുംബവും മാത്രമാണ് ഇവിടെ ഉള്ളത്. സൂര്യ യജമാനന്റെ അടുത്തെത്തും. ഇയാളുടെ വായും കയ്യുമെല്ലാം കോടിയിരിക്കുന്നു. യജമാനന്റെ ഭാര്യ പറഞ്ഞു, 12 വർഷം മുന്നേ ഹരിചന്ദ്രൻ ഇവിടെ ഭൈരവ എന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടു ചേർത്തു. അവൻ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലായിരുന്നു. ഇവിടെയുള്ള മറ്റു കുട്ടികളുമായി ഒരു കൂട്ടുമില്ല. അവൻ ആരോടും ഒന്നും സംസാരിക്കത്തുമില്ല. അവന്റെ വായിൽ നിന്ന് മന്ത്രങ്ങൾ മാത്രമേ വരൂ. പക്ഷേ അവന് കാക്കകളോട് നല്ല കൂട്ടാണ്. ഒരു ദിവസം ആശ്രമത്തിന്റെ പിന്നിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ഞാൻ ഓടിപ്പോയി എന്തു പറ്റിയെന്ന് അവനോട് ചോദിച്ചു. പക്ഷേ അവന്റെ കണ്ണെല്ലാം മുകളിലോട്ടായി ഒരു പ്രത്യേക ആകൃതിയിലായിരുന്നു. അവൻ എന്നോടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി അവൻ കാട്ടിലേക്ക് പോകുന്നത് ഇവിടുത്തെ ജോലിക്കാരി കണ്ടു. അന്ന് ഇവിടെയുള്ള എല്ലാവരും അവനെ തേടിയിറങ്ങി. പക്ഷേ കിട്ടിയില്ല. പുലർച്ചെ ആയപ്പോൾ അവൻ തിരിച്ചു വന്നു. എന്റെ ഹസ്ബൻഡ് എവിടെ പോയെന്ന് ചോദിച്ച് അവനെ പിടിച്ചു നിർത്തി. അദ്ദേഹത്തിന്റെ 2 കൈയും ഭൈരവ പിടിച്ചു വെച്ചിട്ട് എന്തോ മന്ത്രം ചൊല്ലി. അന്ന് തൊട്ടാണ് അദ്ദേഹത്തിന്റെ വാ കോടിയത്, കൈ അനക്കാൻ പറ്റാഞ്ഞത്, ദേഹം മാസകലം തളർന്ന് ആ വീൽ ചെയറിലായിപ്പോയത്. അന്ന് തന്നെ അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. സൂര്യ അവിടെ നിന്ന് ഇറങ്ങി ഭൈരവ പോയി എന്ന് പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കി പോകും. അവൻ കുറെ അധികം മുന്നോട്ട് ചെല്ലുമ്പോൾ കുറച്ചകലെയായി തീപ്പന്തങ്ങൾ എരിയുന്ന സ്ഥലം കാണും. സൂര്യ അവിടേക്ക് ചെല്ലും. അവിടെ കുറെ സ്വാമിമാർ. അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം ഗ്രാമത്തിന്റെ മുന്നിൽ വന്ന് ശംഖൂതിയ സ്വാമിയെ കാണും. ആ സ്വാമി ചോദിച്ചു, അഷ്ടദിക് ബന്ധനം താണ്ടി നീ ഇവിടെ വരണമെങ്കിൽ ആ ഗ്രാമത്തിൽ നടക്കുന്നതെല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാകണം. സൂര്യ പറഞ്ഞു, അതേ സ്വാമി. മരണം ആരാണോ ആദ്യം കാണുന്നത് അവർ അടുത്ത ദിവസം ആത്മഹത്യ ചെയ്യുന്നു. സ്വാമി ഞെട്ടിത്തിരിഞ്ഞിട്ട് പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സമുദായം ഒരു ജാതിയെ നശിപ്പിക്കാൻ പ്രയോഗിച്ച വിദ്യ. വേദത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ ആ പ്രയോഗം നടത്തണമെങ്കിൽ പ്രകാശം കടന്നു ചെല്ലാത്ത വായു സഞ്ചാരം കുറഞ്ഞ ഒരു സ്ഥലം വേണം. കാരണം അത് ചെയ്യുന്നയാൾ പറയുന്ന മന്ത്രം പുറത്തു കേൾക്കാൻ പാടില്ല. സ്വാമി സൂര്യയും കൊണ്ട് കാടിനകത്തുള്ള ഏതോ ഗുഹയിലെത്തും. അവർ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. അവിടെ കണ്ട ഒരു ചിത്രം നോക്കിയിട്ട് സൂര്യ പറഞ്ഞു, ഈ ചിത്രം ഞാൻ ഭൈരവയുടെ അച്ഛൻ വിദ്യാപതിയുടെ ബുക്കിൽ കണ്ടിട്ടുണ്ട്. അവർ അവിടെ മാകെ ഭൈരവയെ തിരയും. പക്ഷേ കിട്ടില്ല. ആ ഗുഹയുടെ
ഒരു കോണിൽ ഒരു ബുക്ക് വെച്ചിരിക്കുന്നത് സൂര്യ കാണും. അതെടുത്ത് സ്വാമിക്ക് കൊടുക്കും. അദ്ദേഹം അതിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന്റെ ചരിത്ര ഗ്രന്ഥം. ഇത് കേട്ട സൂര്യ പറഞ്ഞു, അപ്പോൾ തെറ്റായ ബുക്കുണ്ടാക്കി ആ ഗ്രാമത്തെ സ്തംഭിപ്പിച്ച് പ്രതികാരം ചെയ്യുകയാണ് ഭൈരവന്റെ ഉദ്ദേശം. സ്വാമി പറഞ്ഞു, ഭൈരവൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഗ്രാമത്തെ രക്ഷിക്കാൻ പറ്റൂ. സൂര്യ നോക്കുമ്പോൾ അവിടെ ഒരു സഞ്ചി ഇരിക്കുന്നത് കാണും. അത് അവൻ പരിശോധിക്കുമ്പോൾ കുറച്ച് അലബ്ലൂസ് ഐറ്റംസിന്റെ കൂടെ ഒരു ID കാർഡ് കിട്ടും. ആ ID കാർഡ് തുറന്നു നോക്കിയ സൂര്യ ഞെട്ടി. കുമാർ, സുധയുടെ കാമുകൻ. അതേസമയം സ്വാമി അവിടെ തറയിൽ കൊത്തിവെച്ചിരുന്ന ഒരു ചിഹ്നത്തിന്റെ നടുക്ക് കൈ അമർത്തി പിടിക്കും. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിലും സൂര്യ മനസ്സിലാക്കിയ അതേ കാര്യം തന്നെ തെളിയും. സ്വാമി കൈ മാറ്റിയ ശേഷം പറഞ്ഞു, കുമാർ മരിച്ചതല്ല, ആത്മാർപ്പണം ചെയ്തതാണ്. അതായത് സ്വയം ജീവൻ കളഞ്ഞ് ആ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ പ്രവേശിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങൾ നടത്തുന്നു. സുധയോട് പ്രണയം അഭിനയിച്ച് സുധയുടെ മുന്നിൽ വെച്ച് തന്നെ ആത്മാർപ്പണം നടത്തി സുധയുടെ ശരീരത്തിൽ പ്രവേശിച്ച ഭൈരവൻ അവളുടെ ശരീരം ഉപയോഗിച്ച് തന്നെ അഷ്ടദിഗ്ബന്ധനം താണ്ടി തിരിച്ച് ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിൽ കടന്ന ഭൈരവന്റെ ആത്മാവ് തന്നെയാണ് അവിടെ മരണങ്ങൾ നടത്തുന്നത്. മരിക്കുന്നവരെ ആരാണോ ആദ്യം നേരിൽ കാണുന്നത് അവരുടെ ദൃഷ്ടിയിലൂടെ അവരിൽ പ്രവേശിച്ച് അവരെ മരണത്തിലേക്ക് എത്തിക്കും. നന്ദിനിയുടെ ശരീരം കത്തിച്ചാൽ ആ കാഴ്ച കാണുന്ന എല്ലാവരും മരണത്തിന് കീഴടങ്ങും. അതാണ് അവന്റെ പദ്ധതി. സൂര്യ ചോദിച്ചു, എനിക്ക് മനസ്സിലാകാത്തത് ചരിത്ര ഗ്രന്ഥം എങ്ങനെയാണ് ഭൈരവന്റെ കയ്യിലെത്തിയത്? സ്വാമി പറഞ്ഞു, ഭൈരവനെ സഹായിക്കുന്നവർ ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ട്. സൂര്യക്ക് മനസ്സിലാവും അത് ഹരിചന്ദ്രൻ തന്നെയാണെന്ന്. അയാളുടെ വീട്ടിലാണ് ആ ഗ്രന്ഥം ഇരിക്കുന്നത്. അപ്പോൾ മാറ്റി എഴുതാൻ അയാൾക്കേ കഴിയൂ. സൂര്യയും സ്വാമിയും തിരിച്ച് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അതേസമയം ഗ്രാമത്തിൽ പൂജാരി പറഞ്ഞു, ഇനി സമയമില്ല, സൂര്യ വന്നിട്ടും കാര്യമില്ല, നമുക്ക് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്തേ പറ്റൂ. ഗ്രാമവാസികൾ നന്ദിനിയെ ഒരു പെട്ടിയിലാക്കി അവിടെ നിന്നും കൊണ്ടുപോകും. രാജു ഡോക്ടറോട് പറഞ്ഞു, മകളുടെ മരണം ഒരച്ഛനും സഹിക്കാൻ പറ്റില്ല. ഹരിചന്ദ്രൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് പോകാം. ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഗ്രാമവാസികൾ രക്താർപ്പണം ചെയ്ത് നന്ദിനിയെ ഇരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. സൂര്യയും സ്വാമിയും തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ ജീപ്പ് ആക്സിഡന്റ് ആവും. പക്ഷേ അവർ രക്ഷപ്പെട്ട് ഗ്രാമത്തിലെത്തും. ഒറിജിനൽ ചരിത്ര ഗ്രന്ഥം കൊണ്ടുവന്ന് സൂര്യ പൂജാരിയുടെ കയ്യിൽ കൊടുക്കും. പക്ഷേ രക്താർപ്പണം ചെയ്തതുകൊണ്ട് പൂജാരി ഉൾപ്പെടെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഭൈരവയുടെ ആത്മാവിന്റെ അടിമയായി മാറിക്കഴിഞ്ഞിരുന്നു. സ്വാമി പറഞ്ഞു, ഇവരെ എല്ലാവരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഭൈരവയുടെ പിന്നിലുള്ള ആളെ കണ്ടെത്തണം. അദ്ദേഹം തുടർന്നു, ഗ്രാമവാസികളെയെല്ലാം മരണത്തിന്റെ വക്കിൽ കൊണ്ട് നിർത്തിയിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കുന്ന വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കുക. സൂര്യ ചുറ്റും നോക്കി. ഗ്രാമത്തലവൻ ഹരിചന്ദ്രൻ മാത്രമേ അവിടെയില്ല. സൂര്യ ഒരു റാന്തലുമായി ഹരിചന്ദ്രന്റെ വീട്ടിലേക്ക്. അവിടെ മുഴുവൻ അയാളെ അന്വേഷിച്ച് നടക്കുമെങ്കിലും കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തറയിൽ ഒരു ശബ്ദ വ്യത്യാസം. അവൻ അവിടെ ഇട്ടിരുന്ന മാറ്റ് മാറ്റി നോക്കും. അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള കുഞ്ഞു വാതിലായിരുന്നു അത്. അവൻ താഴേക്കിറങ്ങും. ഭൈരവയുടെ ഗുഹയിൽ കണ്ടതുപോലത്തെ ചിത്രങ്ങളും പിന്നെ പൂജ ചെയ്തതിന്റെ അവശിഷ്ടങ്ങളും കാണാം. അവിടെ ടേബിളിന്റെ മുകളിൽ പൊടി പിടിച്ച നിലയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നു. അവൻ അത് വൃത്തിയാക്കി നോക്കും. വിദ്യാപതിയുടെയും കുടുംബത്തിന്റെയും ഫോട്ടോ. പക്ഷേ ആ ഫോട്ടോയിൽ അവൻ എന്തോ കണ്ടു ഞെട്ടും. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയും. സൂര്യ ആ ഫോട്ടോയുമായി മുകളിലത്തെ നിലയിലെത്തും. പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഹരിചന്ദ്രൻ അവിടെ ഇരുന്ന് കരയുന്നു. സൂര്യ ചോദിച്ചു, വിദ്യാപതിയുടെ കുടുംബത്തിലെ 4ാമത്തെ ആൾ ആരാണ്? ഹരിചന്ദ്രൻ പറഞ്ഞു, വിദ്യാപതിയുടെ വീട്ടിൽ ശാന്തിഹോമം നടത്തിയതിന്റെ അന്ന് ആ വീടിനുള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉള്ളിൽ കയറി നോക്കി. ഒരു പെൺകുഞ്ഞ് ഫിക്സ് വന്ന് പിടയ്ക്കുന്നു. നാട്ടുകാരെ വിവരമറിയിച്ചാൽ അവർ ഇവളെയും കൊന്നുകളയും എന്ന് ഭയന്ന് എന്റെ കയ്യിൽ നിന്നും ഒരു താക്കോൽ എടുത്തു കൊടുത്തതിനു ശേഷം ആരും കാണാതെ എന്റെ ഏറ്റവും വിശ്വസ്തനായ ജോലിക്കാരനെ വിളിച്ച് ആ കുഞ്ഞിനെ എന്റെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. മക്കളില്ലായിരുന്ന ഞാൻ അവളെ എന്റെ സ്വന്തം മകളായി വളർത്തി. അവളാണ് നന്ദിനി. പക്ഷെ ഇപ്പോൾ ഈ നാട്ടുകാർ അവളെ കൊല്ലാൻ നോക്കുന്നു. എങ്ങനെ അവളെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. സൂര്യ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ രക്ഷിക്കേണ്ടത് നന്ദിനിയല്ല, അവളുടെ കയ്യിൽ നിന്നും ഈ ഗ്രാമവാസികളെയാണ്. അതേസമയം നന്ദിനി ആ പെട്ടി പൊളിച്ച് പുറത്തു വരും. സ്വാമി തടയാൻ ശ്രമിക്കുമെങ്കിലും അദ്ദേഹത്തെ നന്ദിനി തട്ടിത്തെറിപ്പിക്കും. അവൾ എന്തൊക്കെയോ മന്ത്രം ചൊല്ലും. പെട്ടെന്ന് അവളുടെ അച്ഛനെയും അമ്മയെയും എരിച്ച മരത്തിന് തീ കത്തും. കാക്കകൾ കൂട്ടത്തോടെ ആ എരിയുന്ന മരത്തിന് മുകളിൽ പറക്കും. രക്താർപ്പണം ചെയ്ത് ഭൈരവന്റെ അടിമകളായി മാറിയ ഗ്രാമവാസികൾ ആ എരിയുന്ന മരം ലക്ഷ്യമാക്കി നടക്കുന്നു. അങ്ങോട്ടേക്ക് വന്ന സൂര്യ ഒരു കയർ ഉപയോഗിച്ച് ഗ്രാമവാസികളെ തടയാൻ ശ്രമിക്കുമെങ്കിലും അത് നടക്കില്ല. സൂര്യ നന്ദിനിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, നിന്റെ അച്ഛൻ വിദ്യാപതി ഈ ഗ്രാമവാസികളോട് ചെയ്തതാണ് തെറ്റ്. അത് കേട്ട ഉടൻ തന്നെ അവൾ മന്ത്രം നിർത്തി സൂര്യയുടെ നേർക്ക് വരും. പെട്ടെന്ന് തന്നെ അവൾ ശാന്ത സ്വഭാവത്തിലോട്ട് പോകും. ഇത് കണ്ടപ്പോൾ തന്നെ സൂര്യയ്ക്ക് മനസ്സിലായി അക്രമാസക്തമായ രീതിയിൽ പെരുമാറുന്നത് നന്ദിനിക്കുള്ളിലെ ഭൈരവയാണ്. നന്ദിനി പറഞ്ഞു, എന്റെ അമ്മ തളർന്ന് കിടപ്പിലായിരുന്നു. അമ്മ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഞങ്ങൾ കണ്ട ഡോക്ടർമാരും വൈദ്യന്മാരും പറഞ്ഞു. പക്ഷേ എന്റെ അച്ഛൻ ഒരു ദിവസം അമ്മ എഴുന്നേറ്റ് നടക്കുമെന്ന് തന്നെ വിശ്വസിച്ചു. അതിനായി അദ്ദേഹം സ്വയം പുസ്തകങ്ങൾ പഠിച്ച് അമ്മയെ ചികിത്സിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ വേദങ്ങളും
പഠിച്ചു. അഥർവവേദത്തിലൂടെ ശക്തികൾ നിയന്ത്രിക്കാനുള്ള അറിവ് നേടി. ക്ഷുദ്രവിദ്യയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം ഒരു താന്ത്രിക യന്ത്രം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെയിരിക്കെ അഥർവവേദത്തിലും താന്ത്രിക ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു മനുഷ്യൻ മരിച്ചാൽ ചില അവയവങ്ങൾക്ക് കുറച്ചു സമയത്തേനു കൂടെ ജീവനുണ്ടാകും. ആ ജീവൻ വിട്ടുപോകുന്നതിന് മുൻപ് തന്നെ ആത്മാവിനെ തിരിച്ച് ആ ശരീരത്തിൽ കൊണ്ടുവന്നാൽ മരിച്ച ആ വ്യക്തിക്ക് ജീവൻ നൽകാനാകും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അന്ന് ആ പെൺകുട്ടിയുടെ കണ്ണിന് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ കുട്ടിക്ക് ജീവൻ നൽകാനാണ് ശ്രമിച്ചത്. പക്ഷേ ഈ നാട്ടുകാർ എന്റെ അച്ഛനെ അമ്മയും തീ കൊളുത്തി കൊന്നു. എന്റെ ചേട്ടനെ നാട് കടത്തി. ഹരിചന്ദ്രന്റെ മകളായി ഞാൻ ഈ നാട്ടിൽ തന്നെ വളർന്നു. ഈ നാട്ടുകാരോടുള്ള പക എനിക്കൊപ്പം വളർന്നു വന്നു. ഈ നാട്ടുകാരോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ എന്റെ ചേട്ടൻ ഭൈരവനെ കണ്ടു. പ്രതികാരം ചെയ്യാൻ ചേട്ടനും ഒരുങ്ങി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അച്ഛന്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് താന്ത്രിക വിദ്യകൾ പഠിച്ചു. ക്ഷേത്രത്തിന്റെ ഗ്രന്ഥം ഞാനാണ് ഞങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാറ്റി എഴുതിയത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് സൂര്യ പറഞ്ഞു, നിന്റെ അച്ഛൻ വിദ്യാപതി ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. താന്ത്രിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു ജീവനെങ്കിലും രക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ മക്കൾ നാട്ടിലുള്ളവരെ കൊല്ലാൻ നോക്കുന്നു. പെട്ടെന്ന് നന്ദിനിയുടെ ഉള്ളിൽ നിന്നും ഭൈരവ സൂര്യയുടെ നേർക്ക് വരും. പക്ഷേ നന്ദിനി ഇട്ടുകൊടുത്ത താന്ത്രിക യന്ത്രം അവന്റെ കഴുത്തിൽ കിടക്കുന്നതിനാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നന്ദിനിയുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. നന്ദിനിയുടെ ഉള്ളിലെ ഭൈരവൻ മന്ത്രം ജപിച്ചു തുടങ്ങി. ഗ്രാമവാസികൾ കത്തുന്ന മരം ലക്ഷ്യമാക്കി പോകും. മന്ത്രം നിർത്താൻ സൂര്യ ഒരു കത്തിയെടുത്ത് സ്വയം കുത്തും. ഇത് കണ്ട നന്ദിനി ആ മന്ത്രകളത്തിന് പുറത്തേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. ഉടൻ തന്നെ നന്ദിനിക്കുള്ളിലെ ഭൈരവൻ ഉണർന്ന് മന്ത്രം ഉരുവിട്ട് തുടങ്ങും. മന്ത്രം നിർത്താൻ വേറെ വഴിയില്ലാതെ സൂര്യ നന്ദിനി അതേ കത്തി കൊണ്ട് തന്നെ കുത്തും. ഗ്രാമവാസികളെല്ലാം തളർന്നു വീഴും. ആ മരത്തിൽ കത്തിക്കൊണ്ടിരുന്ന തീ അണയും. നന്ദിനിയുടെ ഉള്ളിൽ നിന്ന് ഭൈരവന്റെ ആത്മാവ് പുറത്തേക്ക് പോകും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നന്ദിനിയും മരിച്ചു വീഴും. അവളെ ചേർത്ത് പിടിച്ച് സൂര്യ പൊട്ടിക്കരയും. കുറച്ചു ദിവസത്തിന് ശേഷം വിദ്യാപതിയുടെ വീട്ടുവളപ്പിൽ നന്ദിനിക്കൊരു കല്ലറ പണി. സൂര്യ ആ നാട്ടുകാരോട് എല്ലാവരോടുമായി പറഞ്ഞു, ഈ വീടൊരു സ്കൂളാക്കണം. ഈ നാട്ടുകാർ അറിഞ്ഞോ അറിയാതെയോ ആ കുടുംബത്തോട് ചെയ്ത തെറ്റിന് ഒരു പ്രായച്ചിത്തമാകും അത്. അവന്റെ കയ്യിൽ നന്ദിനി കൊടുത്തിട്ട് പോയ താന്ത്രിക യന്ത്രം ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷേ അവന്റെ കണ്ണുകൾക്കൊരു മാറ്റം. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കും.